നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിന്റെ പകർപ്പ്, അഥവാ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ്. അതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിലെ വ്യവസ്ഥകൾ, ഏതൊക്കെ ആവശ്യങ്ങൾക്കത് നമുക്ക് ഉപയോഗപ്പെടുത്താം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, പഴയ നേരത്തെ പഠിച്ച പല ആൾക്കാർക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. 1988 മുമ്പ് ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധവുമല്ല. കാരണം വീട്ടിൽ നിന്ന് ഡെലിവറി നടന്ന അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രക്ഷിതാക്കള് സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഡിക്ലറേഷന്റെ അടിസ്ഥാനത്തിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് ചേർക്കുന്നത്. അപ്പോൾ രക്ഷിതാക്കള് പണ്ട് കാലത്ത് അധികം പേർക്കും മെയ് മാസത്തിലുള്ള ഒരു ഡേറ്റ്, ജൂൺ മാസത്തിലാണല്ലോ സ്കൂൾ തുറക്കുന്നത്, അപ്പം മെയ് മാസത്തെ ഏപ്രിൽ മാസത്തെ ഡേറ്റ് കൊടുക്കുകയായിരുന്നു പതിവ്. എന്നാൽ പിന്നീട് 1988 ശേഷം നിർബന്ധമായിട്ടും ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആധാർ കാർഡ് നിർബന്ധമാണ്. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു രേഖയാണ് അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്, പ്രവേശന രജിസ്റ്റർ എന്ന് പറയും. ആ പ്രവേശന രജിസ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പ്രവേശന രജിസ്റ്റർ ആധികാരികമായ രേഖയാണ്, തിരുത്തലുകൾ പാടില്ല. അതിൻ്റെ കൊടുക്കുന്ന പകർപ്പ് എന്ന് പറയുന്നത് വളരെയധികം ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഔദ്യോഗിക രേഖയാണ്. അത് ഒരുപാട് ആവശ്യങ്ങൾക്ക് വരും. നമ്മളുടെ ജനന തീയതി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, നമുക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാം. തുല്യതാ പരീക്ഷ, ഇക്വലൻസി എന്ന് പറയുന്ന പരീക്ഷ എഴുതാൻ കഴിയും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ, അങ്ങനെ റേഷൻ കാർഡിൽ പേര് ചേർക്കാൻ, അത്തരത്തിൽ നിരവധിയായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഔദ്യോഗിക രേഖയാണ് ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് അഥവാ സ്കൂൾ പ്രവേശന രജിസ്റ്ററിന്റെ പകർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എത്ര വരെ പഠിച്ചു, എത്രാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു എന്നറിയാൻ വേണ്ടി അവസാനം പഠിച്ച സ്കൂളിലെ സർട്ടിഫിക്കറ്റ് വേണം. കാരണം അതിനു മുന്നേ പഠിച്ച സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ അവിടെ അവസാനം പഠിച്ച ക്ലാസ് ഒക്കെ പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും ഉയർന്ന ക്ലാസ് മാത്രമേ പറയുകയുള്ളൂ. പിന്നെ ജനനത്തീയതി തെളിയിക്കാൻ, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനാണ് സർട്ടിഫിക്കറ്റ് എങ്കിൽ നിങ്ങൾ പഠിച്ച ഏത് സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ആയാലും മതി. ഈ സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ മറ്റൊരു പേരാണ്, ഞാൻ പറഞ്ഞു, അഡ്മിഷൻ രജിസ്റ്ററിന്റെ പകർപ്പ് എന്നാണ് ശരിയായ പേര്. എക്സ്ട്രാക്ട് ഓഫ് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ. അപ്പൊ സാധാരണഗതിയിൽ ഈ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിന്റെ പകർപ്പാണ് നമുക്ക് എഴുതി തരുന്നത്. അത് 50 രൂപ മുദ്ര പേപ്പറിലാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് എഴുതി തരുന്നത്. അപ്പോൾ 50 രൂപയുടെ മുദ്ര പേപ്പർ ആർക്കാണോ സർട്ടിഫിക്കറ്റ് വേണ്ടയാള്, ആ സർട്ടിഫിക്കറ്റ് വേണ്ടയാളിൽ അയാളുടെ പേരിൽ മുദ്ര പേപ്പർ വാങ്ങി ഒരു വെള്ള പേപ്പറിലുള്ള അപേക്ഷ കൂടി കൊടുത്താലേ ആ സർട്ടിഫിക്കറ്റ് എഴുതി തരുള്ളൂ. ഈ 50 രൂപയുടെ മുദ്ര പേപ്പറിലാണ് ഏകദേശം 10-20ഓളം കോളങ്ങളുള്ള ഒരു പകർപ്പാണ് ഈ അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ പിന്നെ നമുക്ക് ഈ മുദ്ര പേപ്പറിൽ 50 രൂപ എന്ന് പറയുമ്പോൾ അത് സർക്കാരിലേക്ക് അടയ്ക്കുന്ന റവന്യൂ ആയിട്ട് നമ്മൾ അതിനെ കാണുന്നത്. പിന്നെ ഒരു അപേക്ഷയുടെ ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലാണ് സർട്ടിഫിക്കറ്റ് നമുക്ക് തരുന്നത്. അപ്പോൾ അതാണ് ഔദ്യോഗിക രേഖ എന്ന് പറയുന്നത്. സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്നത്, ആ സർട്ടിഫിക്കറ്റ് തരുന്നത് ആ ബന്ധപ്പെട്ട സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. ഈ സർട്ടിഫിക്കറ്റിൽ
അല്ലെങ്കിൽ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിന്റെ പകർപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉള്ളതെന്ന് ഞാൻ പറയാം. ഒന്ന്, അഡ്മിഷൻ നമ്പർ. നമ്മൾ ഓരോ പഠിച്ച സ്കൂളിൽ ഓരോ കുട്ടിക്കും ഒരു പ്രവേശന നമ്പർ ഉണ്ട്. അത് ചിലപ്പോൾ 3 അക്കമായിരിക്കും, അല്ലെ 4 അക്കമായിരിക്കാം, അല്ലെങ്കിൽ 5 അക്കമായിരിക്കാം. രണ്ടാമത്തത് പേരാണ്. ക്രമത്തിലാണ് എഴുതുക. അഡ്മിഷൻ നമ്പർ, പേര്, അടുത്തത് രക്ഷിതാവിന്റെ പേര്, അടുത്തത് രക്ഷിതാവിന്റെ ഒക്യുപ്പേഷൻ അഥവാ തൊഴില്, അടുത്ത കോളം സ്കൂൾസ് പ്രീവിയസ്ലി അറ്റൻഡഡ്, മുൻകാലങ്ങളിൽ പഠിച്ച സ്കൂളും ആ കാലഘട്ടവും. അടുത്ത കോളം ഡേറ്റ് ഓഫ് അഡ്മിഷൻ, അതായത് സ്കൂളിൽ ചേർന്ന തീയതി എപ്പോഴാണ്. അതിൻ്റെ അടുത്ത കോളം ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ജനന തീയതി. അത് അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിട്ടുണ്ടാവും. അടുത്തത് റിലീജിയൻ ആൻഡ് കാസ്റ്റ് ആണ്. അടുത്ത ഒരു കോളം ചോദിച്ചിരിക്കുന്നു വെദർ SC ST എന്ന് ചോദിച്ചിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടയാളാണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. സ്റ്റാൻഡേർഡ് ഓൺ അഡ്മിഷൻ എന്ന് പറയുന്നതാണ് അടുത്ത കോളം. എന്ന് പറയാൻ ചേരുമ്പോൾ ഏത് സ്റ്റാൻഡേർഡിലേക്കാണ് ഈ സ്കൂളിൽ ചേർന്നതെന്നാണ് അടുത്ത കോളം. അതിന്റെ അടുത്ത കോളം പറയുന്നത് സ്റ്റാൻഡേർഡ് ഓൺ ലിവിങ്, ഇവിടുന്ന് പുറത്തേക്ക് പോയത് ഏത് ക്ലാസ്സിൽ വെച്ചാണ്. അടുത്ത കോളം ഡേറ്റ് ഓഫ് ലീവിംഗ് ആണ്. എന്ന് പറഞ്ഞാല് പുറത്തേക്ക് പോയ, അല്ലെങ്കിൽ TC വാങ്ങിയിട്ട് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോയ തീയതി എന്നാണ്. അതിന്റെ അടുത്ത കോളം നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് DC പ്രൊഡ്യൂസ്ഡ് ഓൺ അഡ്മിഷൻ. അഡ്മിഷൻ സമയത്ത് ഇപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ ഹൈസ്കൂളിലേക്കാണ് കയറി വരുന്നതെങ്കിൽ ആ ചെറിയ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഒരു TC കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ TC എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, വിടുതൽ സർട്ടിഫിക്കറ്റ്. അതിന് ഒരു നമ്പറും ഡേറ്റും ഉണ്ടാവും. അപ്പോൾ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് DC പ്രൊഡ്യൂസ്ഡ് ഓൺ അഡ്മിഷൻ, അഡ്മിഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്ത കാണിച്ച TCയുടെ നമ്പറും തീയതിയും. ഇനി അടുത്തത് പറയുന്നത് നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് DC ഗ്രാൻഡഡ് ഓൺ ലീവിങ്. നമ്മൾ ആ സ്കൂൾ വിട്ടുപോയപ്പോൾ ഒരു TC നമുക്ക് തന്നിട്ടുണ്ടാവും. ആ TCയുടെ നമ്പറും തീയതിയുമാണ് അടുത്ത കോളത്തിൽ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ അടുത്ത കോളത്തിൽ എഴുതിയിരിക്കുന്നു റീസൺ ഫോർ ലീവിങ്. ആ സ്കൂൾ വിട്ടുപോയത് എന്തിനാണ്? അത് പല കാരണം കൊണ്ടാവും. ചേഞ്ച് ഓഫ് റെസിഡൻസ് ആവും, അതായത് താമസം മാറിയത് കൊണ്ട് നമ്മൾ ഇടക്കാലത്ത് ഒരു സ്കൂളിൽ നിന്ന് വിട്ടുപോകാം, അല്ലെങ്കിൽ പിന്നെ 10th കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വിട്ടുപോകാം. ആ കാരണം എന്താണെന്ന് അടുത്ത കോളത്തിൽ എഴുതിയിട്ടുണ്ടാവും. അതിന്റെ അടുത്ത കോളം ഡേറ്റ് ഓഫ് വാക്സിനേഷൻ ആണ്. അതിന്റെ അടുത്ത കോളം റിമാർക്കാണ്. ഇത്രയും കാര്യങ്ങൾ ഉള്ള ഒരു പേജിന്റെ ഒരു ഭാഗമാണ് ഈ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിന്റെ പകർപ്പ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടാവും. ഏകദേശം 18-20 കോളംസ് ഉണ്ടാവും. ആ കോളംസിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ എഴുതി വെച്ച ഡീറ്റെയില് നമ്മൾ എന്ത് ചെയ്യുന്നു? പകർത്തി ഈ 50 രൂപ മുദ്രപേപ്പറിലേക്ക് എഴുതി ആ കുട്ടിയെ സംബന്ധിച്ച്, അന്ന് പഠിച്ച ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ 50 രൂപ മുദ്രപേപ്പറിലേക്ക് പകർത്തി എഴുതിയിട്ട് ഹെഡ് മാസ്റ്റർ ഒപ്പിട്ടതിന് ശേഷം നമ്മൾ ആവശ്യപ്പെട്ട അപേക്ഷിച്ച കുട്ടിക്ക് കൊടുക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ അപേക്ഷയുടെ ഒരു ഫോർമാറ്റാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നാൽ നിങ്ങൾ ഇതുപോലെ ഒരു അപേക്ഷ എഴുതുക. അപേക്ഷ വെള്ള പേപ്പറിൽ എഴുതിയാൽ മതി. ഇപ്പൊ കണ്ടല്ലോ, പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാൽ ആരാണോ നമ്മൾ അപേക്ഷിക്കുന്നത്, അല്ല ആർക്കാണോ സർട്ടിഫിക്കറ്റ് വേണ്ടത്, ആ കുട്ടിയുടെ അഡ്രസ്സാണ് ഇവിടെ കാണുന്നത്. അന്നത്തെ അഡ്രസ്സ് കൊടുക്കാം, അല്ല ഇപ്പോഴത്തെ അഡ്രസ്സ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. രണ്ടാമത് ആർക്കാണ് കൊടുക്കുന്നത്, അവിടുത്തെ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് അപേക്ഷ കൊടുക്കുന്നത്. അതുകൊണ്ട് സ്വീകർത്താവ് ഹെഡ് മാസ്റ്റർ ആണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി കാര്യം പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇവിടെ ആറന്മുള എടുത്തിരിക്കുന്നത്. ആറന്മുള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10B ക്ലാസ്സിൽ 1995-96 പഠിച്ചിരുന്നു. എനിക്ക് പാസ്പോർട്ട് എടുക്കേണ്ട ആവശ്യത്തിലേക്ക് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിന്റെ പകർപ്പ് ആവശ്യമായി വന്നിരിക്കുന്നു. ആയത് അനുവദിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.
അപ്പോൾ ഈ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതാ പാസ്പോർട്ട് എടുക്കേണ്ട ആവശ്യമാവണമെന്നില്ല. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറയാം, തുല്യതാ പരീക്ഷയ്ക്ക് ആവശ്യമായി വന്നെന്ന് പറയാം, അല്ലെ ജനന തീയതി തെളിയിക്കാൻ വേണ്ടി പറയാം, വോട്ടർ പട്ടിക അതിൽ പേര് ചേർക്കാൻ വേണ്ടി പറയാം. ഏത് ആവശ്യമായാലും ആ ആവശ്യം നിങ്ങൾ അവിടെ എഴുതിയാൽ മതി. അതിനുശേഷം നിങ്ങളുടെ വിശ്വസ്തയോടെ ഈ ആരാണോ അപേക്ഷകൻ അവരുടെ പേര് ഒപ്പ്. ഒപ്പം ഈ അപേക്ഷയുടെ മുകൾ ഭാഗത്ത് ഈ വൈറ്റ് സ്പേസ് ഉള്ള സ്ഥലത്ത് 5 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ്, നമുക്കറിയാലോ അപേക്ഷകളിലൊക്കെ ഒട്ടിക്കുന്ന ഒരു സ്റ്റാമ്പാണ് കോർട്ട് ഫീസ് സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ആ കോർട്ട് ഫീസ് സ്റ്റാമ്പ് കൂടി 5 രൂപയുടെ ഇതിൻ്റെ പുറത്ത് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ഒപ്പൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾ ഈ അപേക്ഷയും നിങ്ങളുടെ പേരിൽ വാങ്ങിയിട്ടുള്ള 50 രൂപയുടെ മുദ്ര പേപ്പറും രണ്ടും കൂടിയാണ് ഹെഡ് മാസ്റ്ററിന് കൊടുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം ഞാനിപ്പോൾ പറഞ്ഞ ഈ നിങ്ങളുടെ ആദ്യം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ 95-96 പഠിച്ചിരുന്ന 10 B ക്ലാസിന്റെ ഹാജർ പട്ടിക എടുക്കും, അറ്റൻഡൻസ് രജിസ്റ്റർ എടുക്കും. അവിടെ നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ ഉണ്ടാവും, പേരും അഡ്മിഷൻ നമ്പറും ഹാജർ പട്ടികയിൽ ഉണ്ടാവും. അവിടെ നിന്ന് ആ അഡ്മിഷൻ നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം ആ അഡ്മിഷൻ നമ്പറിലുള്ള അഡ്മിഷൻ രജിസ്റ്റർ എടുക്കും. ആ അഡ്മിഷൻ രജിസ്റ്ററിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അത് അതുപോലെ എഴുതിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓരോ ഉണ്ടാവും. നെയിം എന്ന് പറഞ്ഞാൽ നെയിം എന്ന് ഇടതുവശത്ത് എഴുതും, വലതുഭാഗത്ത് നിങ്ങളുടെ പേര് എഴുതും. അപ്പോൾ അത്തരത്തിൽ എല്ലാം എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ സാധാരണ എഴുതിയും എക്സ്ട്രാക്ട് ഓഫ് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇന്നയാളുടെ ഇൻ റെസ്പെക്ട് ഓഫ് ശ്രീ ഇന്നയാള് എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതൊരു ഔദ്യോഗിക രേഖയാണ്, അത് നമുക്ക് അനുവദിച്ച് തരും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ആ രജിസ്റ്ററിൽ വന്ന് എന്നത് പറഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് നമുക്ക് സ്കൂളിൽ നിന്ന് ഒരു അപേക്ഷാ ഫോറം തരും. സ്കൂളിൽ ചേരാൻ വേണ്ടി രക്ഷിതാവ് പൂരിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അപേക്ഷാ ഫോറം. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഈ രേഖപ്പെടുത്തലുകളൊക്കെ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിച്ച വർഷവും പഠിച്ച ക്ലാസ്സും ഡിവിഷനും ഓർത്തിരിക്കണം. അല്ലെങ്കിൽ ഇത് തപ്പി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അന്ന് നിങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ എങ്ങനെയാണോ ഉള്ളത് അത് അതുപോലെ മാത്രമേ എഴുതി തരികയുള്ളൂ. യാതൊരുവിധ തിരുത്തലുകളും അതിൽ ഹെഡ് മാസ്റ്റർ നടത്തൂല. നിങ്ങൾ ആവശ്യപ്പെട്ടാലും എൻ്റെ പേര് അവിടെ ഇനീഷ്യൽ പി ആണ്, അത് പേരിൻ്റെ അറ്റത്ത് കാണുന്നില്ല, അത് ചേർത്തി തരണമെന്ന് പറഞ്ഞാലൊന്നും തരില്ല. യഥാർത്ഥത്തിൽ അഡ്മിഷൻ രജിസ്റ്ററിൽ എന്താണോ ഉള്ളത് അത് അതുപോലെ തന്നെ എഴുതി തരിക മാത്രമാണ് ചെയ്യുക. ഇനി ഇപ്പൊ നമ്മൾ ഇത് ഒരു ഔദ്യോഗിക രേഖയാണെന്ന് പറയുന്നത്, പാസ്പോർട്ടിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വീണ്ടും സ്കൂളിലേക്ക് വന്നിട്ട് അത് നിങ്ങൾ കൊടുത്തതാണോ, ഇത് ഒറിജിനൽ തന്നെയാണോ, ഇയാളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബാക്കി കാര്യങ്ങൾ ഇത് തന്നെയാണോ എന്ന് വേരിഫൈ ചെയ്തിട്ട് അറിയിക്കാൻ പറയും. അത് പാസ്പോർട്ട് ഓഫീസർ നേരിട്ട് സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് അയക്കുക ചെയ്യുക. അപ്പൊ എന്തെങ്കിലും തട്ടിപ്പിലോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അവിടെ അത് പിടിക്കപ്പെടും. അപ്പൊ അത്തരത്തിലുള്ള കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ആവശ്യത്തെ പ്രധാനമായിട്ടും പാസ്പോർട്ടിലാണ് അത് നടക്കുന്നത്. ബാക്കി കാര്യങ്ങൾക്കൊന്നും അത്രയും സ്ട്രിക്റ്റ് അല്ല. അപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സർട്ടിഫിക്കറ്റ് എത്ര തവണ വേണമെങ്കിലും നമുക്ക് വാങ്ങാം. നമ്മൾ പഠിച്ച ഏത് സ്കൂളിൽ നിന്നും വാങ്ങാം. നമ്മൾ ഇതുപോലെ ഒരു അപേക്ഷയും കൊടുക്കണം. കോർട്ട് ഫീസ് സ്റ്റാമ്പ് 5 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു അപേക്ഷയും 50 രൂപയുടെ മുദ്ര പേപ്പറും നമ്മൾ കൊടുത്തിരിക്കണം. ആ 50 രൂപയുടെ മുദ്ര പേപ്പറിലാണ് നമുക്ക് ഇത് ടൈപ്പ് ചെയ്ത് തരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ 55 രൂപ സർക്കാർ റവന്യൂവിലേക്ക്, 50 രൂപയുടെ മുദ്ര പേപ്പർ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ റവന്യൂ ആണ്, അതിലേക്ക് അടച്ചിട്ടാണ് ഇത് മേടിക്കുന്നത്. അപ്പോൾ ചില ഹെഡ്മാസ്റ്റർമാരൊക്കെ വളരെ SSLC പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇത് തരില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഹെഡ്മാസ്റ്റർമാർ SLC പാസ്സായാലും ഇത് തരണം. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു സർട്ടിഫിക്കറ്റ് അല്ല, അവിടെയുള്ള നമ്മൾ പഠിച്ച സ്ഥാപനത്തിലെ
സ്കൂൾ പ്രവേശന രജിസ്റ്ററിന്റെ ഒരു പകർപ്പാണ് നിയമപരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് തരണം. നമ്മൾ SLC പാസ്സായോ, നമുക്ക് SLC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊന്നും അത് ഹെഡ് മാസ്റ്റർ നോക്കേണ്ടതില്ല. അത് നോക്കേണ്ട ബാധ്യതയുമില്ല. അപ്പൊ നമുക്ക് എത്ര എത്ര തവണ തരാം? എത്ര തവണ വേണേലും തരാം. ഒന്നിൽ കൂടുതലോ 5 സർട്ടിഫിക്കറ്റ് വേണേൽ 5. ആദ്യത്തെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഒരാവശ്യത്തിന് ഉപയോഗിച്ചു, അതിന്റെ ഒറിജിനൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ആ ഒറിജിനൽ കൊടുത്തു. വീണ്ടും മറ്റൊരാവശ്യം വരുമ്പോൾ ഈ ഒറിജിനൽ ഇല്ല, അപ്പം നമ്മൾ പുതിയൊരു ഒറിജിനൽ എടുത്താൽ മതി. അത്തരത്തിൽ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ കിട്ടും. എത്ര തവണ വേണമെങ്കിലും കിട്ടും. പക്ഷെ ഈ നടപടിക്രമം ഇതുപോലെ വീണ്ടും കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്താൻ വേണ്ടി ചിലരെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ ഉള്ളതുപോലെ ആയിരിക്കില്ല ബർത്ത് സർട്ടിഫിക്കറ്റ്. അങ്ങനെയുണ്ട് നേരത്തെയുള്ള സർട്ടിഫിക്കറ്റുകളിലൊക്കെ. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഈ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിലെ പോലെ ബർത്ത് സർട്ടിഫിക്കറ്റിലും ആക്കണമെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയും നമുക്ക് ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ SLC കഴിഞ്ഞവർക്ക് പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വാങ്ങാം. SLC ബുക്ക് നഷ്ടപ്പെട്ടവർക്ക് ചില അങ്ങനെ കേസുണ്ട്. SLC ബുക്ക് നഷ്ടപ്പെട്ടു പോയി, ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേറെ രേഖയൊന്നും കയ്യിലില്ല. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിന്റെ പകർപ്പ് വാങ്ങാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വളരെ കൊല്ലങ്ങൾക്ക് ശേഷം നമ്മൾ ചെല്ലുമ്പോൾ ചില സ്കൂളുകളിൽ ഈ നമ്മുടെ ഈ പറയുന്ന അഡ്മിഷൻ രജിസ്റ്റർ ദ്രവിച്ചു പോയിട്ടുണ്ടാവും. നമ്മളുടെ പേരിനോട് ചേർന്ന് നിൽക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റാത്ത വണ്ണം ദ്രവിച്ചു പോയിട്ടുണ്ടാവും. അത്തരം സാഹചര്യങ്ങളിൽ ഹെഡ് മാസ്റ്ററിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതിന് പകരം അത്തരം ഒരു സാഹചര്യം വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ദയവായി അതിന് മുന്നേ പഠിച്ച സ്കൂളിൽ നിന്ന് അത്തരം സർട്ടിഫിക്കറ്റുകൾ വാങ്ങുകയാണ് നല്ലത്. മറ്റത് ഈ രേഖയിൽ പിന്നെ രജിസ്റ്റർ ഇല്ലാതെ രജിസ്റ്ററിന്റെ പകർപ്പ് എഴുതാൻ കഴിയില്ലല്ലോ. അത് നമുക്ക് വേറെ എവിടുന്ന് എല്ലാ ഡീറ്റെയിൽസും കൂടി കിട്ടുകയും ഇല്ല. അപ്പം അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത്തരത്തിലൊരു ആവശ്യം വരും, ഏതാവശ്യം, ജനന തീയതിയും പേരും നമ്മൾ പഠിച്ചിരുന്ന ക്ലാസ്സും എത്ര വരെ പഠിച്ചു എന്നും ഒക്കെ. ഇപ്പൊ നമ്മൾ ഒരു ഡ്രൈവിങ്ങിന് ബാഡ്ജൊക്കെ എടുക്കാൻ വേണ്ടി ഇത്ര വരെ പഠിച്ചിരിക്കണമെന്നൊക്കെ നിർബന്ധമുണ്ട്. അല്ല, ചില ജോലിക്ക് SLC വരെ പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ 8ാം ക്ലാസ് പാസ് 7ാം ക്ലാസ് പാസ്സായിരിക്കണമെന്ന് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു രേഖയാണ് മുദ്ര പേപ്പറിലുള്ള ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് അഥവാ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിന്റെ പകർപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. എന്തായാലും നമ്മൾ അപേക്ഷയൊക്കെ കൊടുത്താൽ ഹെഡ് മാസ്റ്റർ ആദ്യം അത് തിരഞ്ഞെടുക്കണം. ഒരു ദിവസത്തെ സമയം, 1-2 ദിവസം ചിലപ്പോൾ പഴയതാണെങ്കിൽ വേണ്ടി വരും. പിന്നെ ഉടൻ തന്നെ നമുക്ക് 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഹെഡ് മാസ്റ്റർമാർ ലഭ്യമാക്കി തരും. ഇത് വെറുതെ ഞാൻ ഈ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് പിന്നെ ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.